ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്ത് മാടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മാടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മധുരം വിതരണം ചെയ്ത് അവർ ആഘോഷിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്താണ് പ്രതിഷേധം. അതിന്റെ ഏറ്റവും കൊടുമുടിയിലെത്തിയ ഇടം കൂടിയാണ് മാടപ്പള്ളിയും. അവിടെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച ആളുകൾ പ്രതിഷേധിച്ചിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടാലും മഞ്ഞക്കുറ്റി ഇടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച അമ്മയെയും ആ അമ്മയുടെ കാലിൽ കിടന്ന് വലിക്കുന്ന മകനെയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് പ്രതികരണങ്ങൾ വരികയാണ്, കേൾക്കാം. മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തി. അത് കേട്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഓടിയത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, ഈ പ്രഖ്യാപനം പ്രതീക്ഷിച്ചാണ്. അതിന്റെ സന്തോഷം, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു, തിരിച്ചു തന്നിരിക്കുന്നു ഞങ്ങൾ UDF ഗവൺമെന്റ്. അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു. സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ചവർക്കെന്ന് പറയുണ്ടായി. അതോടൊപ്പം തന്നെ കേസുകളും പിൻവലിക്കുമെന്ന് പറയുണ്ടായി. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 11 ജില്ലകളിലെ സമരസമിതികളുടെ നേതൃത്വത്തിൽ സഹന സമരമാണ് നടത്തിയ. ആ സഹന സമരത്തിന് ലഭിച്ച ഒരു അംഗീകാരമാണ്. ഞങ്ങളത് വളരെയധികം സന്തോഷത്തോടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ കാണുന്നു എന്നുള്ള സന്തോഷത്തിൽ കഴിയുന്നു. സർക്കാർ തീരുമാനം സ്വാഗതാർഹം എന്നുള്ളതാണ് സമരസമിതിയുടെ വാക്കുകൾ. അവരെ സംബന്ധിച്ച് വർഷങ്ങൾ നീണ്ട പോരാട്ടമായിരുന്നു. പല സ്ത്രീകളെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോയത് കേരളം മറന്നിട്ടില്ല. അപ്പോൾ ആ മഞ്ഞക്കുറ്റിക്കെതിരെ വർഷങ്ങൾ നീണ്ട നടത്തിയ പോരാട്ടം ഇന്ന് അവർക്ക് വിജയം കാണുകയാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ ഈ സമരത്തിനെതിരെ സംസാരിക്കുമ്പോഴും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു അതിവേഗ പാത അത് വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയും ആവശ്യകതയുമാണ്. അതുമായി ബന്ധപ്പെട്ടും ആലോചനകൾ നടത്തുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പ്. ഇനിയില്ല കേരയിൽ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോയി. കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല. അപ്പോൾ പാവപ്പെട്ട മനുഷ്യരെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അതുകൊണ്ട് ആ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കുന്നു, കേസുകൾ പിൻവലിക്കുന്നു, മഞ്ഞക്കുറ്റി നീക്കം ചെയ്യുന്നു. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം.